ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വിഷയം ഒരു ജുവലറിയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിൻ്റെ കഥയാണ്. അത് തട്ടിപ്പാണോ അല്ലോ എന്ന് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് തീരുമാനിക്കാം. ആദ്യമായിട്ട് ആ സംഭവം എങ്ങനെയാണെന്ന് പറയാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു സിനിമാ നടനാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സിനിമാ നടിയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സിനിമാ നടന്മാർ ഒക്കെ ചെറിയ സൈഡ് ബിസിനസ് എന്ന രീതിയിൽ ചെറിയ പരിപാടികളൊക്കെ ചെയ്യും. ചിലർ മറ്റ് ബിസിനസ്സുകൾ, ചിലർ തുണിക്കട തുടങ്ങും, ചിലർ ട്രാവൽസ് തുടങ്ങും, ചിലർ ഹോട്ടൽ തുടങ്ങും. അങ്ങനെ പൃഥ്വിരാജ് ഹോട്ടൽ ശൃംഖലയുണ്ട്, അതായത് ദിലീപിന് ദേപ്പുട്ടുകടയുണ്ട്. അങ്ങനെ നമുക്കറിയാം, നമുക്ക് സിനിമാ നടന്മാരും എല്ലാം അവരുടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് വേറൊരു സോഴ്സിലേക്ക് ഇൻകം കിട്ടാൻ വേണ്ടി അവർ പല ഇത് ചെയ്യും. ഇപ്പം നമിത പ്രമോദന് കോഫി കടയോ കണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ലൈക്ക് ബ്യൂട്ടിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നടന്മാർ അവരുടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു ബിസിനസ് മേഖലയിലേക്ക് അവർ കടക്കാറുണ്ട്. ഇങ്ങനെ കടന്ന ഒരാളാണ് ദിയ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ദിയ കൃഷ്ണ തിരുവനന്തപുരത്ത് ഒരു കട നടത്തിയിരുന്നു. അത് 2010 വർഷമായിട്ട് ആ കട റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കട എന്ന് പറഞ്ഞാൽ ജുവലറിയാണ്. ജുവലറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സ്വർണവും മറ്റൊന്നുമല്ല, ഇത് ഓർണമെന്റ്സ് ബിസിനസ്സാണ്. അത് നമുക്കറിയാം, ഓർണമെന്റ്സ് ബിസിനസ് അവർ ചെയ്യുന്നത് അത് മെയിനായിട്ട് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ പേയ്മെൻറ്റിനേക്കാൾ ഉപരി അവരൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ ബിസിനസ് നടക്കുന്നതെല്ലാം ഓൺലൈൻ വഴിയാണ്. പേയ്മെൻറ്റും എല്ലാം, അതായത് ഈ പ്രോഡക്റ്റ് നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ വെച്ച് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. തുടർന്ന് അവർക്ക് സാധനം ഡെലിവറി ചെയ്യുമ്പോൾ അവർ പൈസ ഓൺലൈൻ വഴി അയക്കും. അല്ലാത്തവർക്ക് ഈ പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ഷോപ്പിൽ വന്ന് എടുക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു ഇപ്പം ബിസിനസ് ഒരുപാട് മാറിയല്ലോ. ഇപ്പോൾ ഒരിക്കലും നമ്മളൊരു സാധനം വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ ചെന്നല്ല എടുക്കുന്ന, ആമസോൺ ഇതുപോലുള്ള സംഭവങ്ങൾ വഴിയാണ് നമ്മൾ പ്രോഡക്റ്റുകൾ മിക്കതും എടുക്കുന്നത്. ഇപ്പോൾ ഈ ദിയ കൃഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ പേര് OOC എന്നുള്ള ഒരു പേരാണ്. ഇത് മെയിൻ സംഭവം ഇതാണ്, ജുവലറി ഐറ്റംസ്. ജുവലറി എന്ന് പറഞ്ഞാൽ ഈ ഓർണമെന്റ്സ് അത് സ്വർണ്ണമൊന്നുമല്ല, അല്ലാതെ ഈ വള, ഈ കമ്മൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ ഈ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ദിയ കൃഷ്ണ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഷോപ്പിൽ പോവുകയോ ഷോപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് അഗാധമായി, അല്ലെങ്കിൽ എപ്പോഴും പോയിരുന്ന് അതേപ്പറ്റി ചിന്തിക്കാൻ, അല്ലെങ്കിൽ തന്നെ ആ ഒരു നടിയാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ താരമാകുമ്പോൾ അവർക്ക് അതിൻ്റെ തിരക്കുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഷോപ്പിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഷോപ്പിലെ മാനേജറോ മറ്റാരെങ്കിലും ആയിരിക്കും നോക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ദിലീപ് ദേപ്പുട്ടുകട കൊച്ചി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ദുബായി തുടങ്ങിയിട്ട് ദിലീപ് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ പോയിരിക്കാൻ പറ്റത്തില്ല ദിലീപിന്. കാരണം പുള്ളിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇവർ മറ്റ് 2 പേരെ ഏൽപ്പിച്ചു. ഇവരങ്ങനെ 3 പേരെയാണ് ഏൽപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതായത് ഈ 3 പെൺകുട്ടികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ പെൺകുട്ടികൾ കേസ് കൊടുത്തേക്കുവാണ് കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയ്ക്കുമെതിരെ. തങ്ങളെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് ദിയ കൃഷ്ണയുടെയും അപ്പൻ കൃഷ്ണകുമാറിൻ്റെയും ഭാഗത്ത് നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഒരു വർഷമായിട്ട് ഇവർ QR ഫ്രോഡുലൻ്റ് ആയിട്ട്, അതായത് ഒരു കസ്റ്റമർ വന്ന് ഇവരുടെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ QR കോഡ് മാറ്റിയിട്ട് ഇവരുടെ സ്കാനർ, അതായത് ഇവരുടെ ഗൂഗിൾ പേയിലെയും GPayയിലെയും അക്കൗണ്ട് സ്കാൻ കാണിച്ച് പൈസ വാങ്ങിക്കുന്നു. പൈസ വാങ്ങിക്കുമ്പോൾ കസ്റ്റമർ ചോദിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വർക്കാകത്തില്ല, അതുകൊണ്ട് ഇതിലോട്ട് ഇട്ടോ, ഇത് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ OCBIOയുടെ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ ഇവർ വാങ്ങിക്കുന്നു. എന്നിട്ട് ഇത് കസ്റ്റമർ ലാസ്റ്റ് അവസാനം ഒരു വർഷത്തോളമായി ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ഇത് പിടിക്കപ്പെടാറുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ 2028 തീയതി 28 മുമ്പ് എപ്പോഴോ
ഇങ്ങനെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഈ പെൺകുട്ടികൾ പൈസ എടുത്തു. പൈസ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഈ ദിയാ കൃഷ്ണയുടെയും അവരുടെ ഏതാണ്ട് അറിയപ്പെടുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് അവരിത് ഈ പെൺകുട്ടികളോട് ചോദ്യം ചെയ്തപ്പോൾ 28-ാം തീയതി ഇവര് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവരോട് ചോദിച്ചു ഈ പൈസ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത്. ഇവർ കണക്കെല്ലാം നോക്കിയപ്പോൾ ഒരുപാട് 69 ലക്ഷം രൂപയുടെ അടുത്ത് ഇങ്ങനെ തട്ടിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് അടുത്ത ദിവസം രാവിലെ, അതായത് 30-ാം തീയതി രാവിലെ 8 ലക്ഷം രൂപയുടെ അടുത്ത് ഇവരുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഈ 3 പെൺകുട്ടികളിൽ 2 പേരുടെ ഹസ്ബൻഡ് പൈസയുമായിട്ട് ഇവരുടെ ഫ്ലാറ്റിന് താഴെ വരികയും ഇവർ ഫ്ലാറ്റിൽ വന്ന് സംസാരിച്ചതിന് ശേഷം പൈസ കൊടുക്കുകയും ചെയ്തു, 8 ലക്ഷം രൂപയുടെ അടുത്ത്. ബാക്കിയുള്ള പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഫ്ലാറ്റ് ഓണേഴ്സ്, നമുക്കറിയാം ഒരു ഫ്ലാറ്റിലൊക്കെ ഒരുപാട് പേര് ശബ്ദമൊക്കെ ഉണ്ടാക്കി മറ്റ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് അവർ പറഞ്ഞു വേറൊരു ഇടത്തേക്ക് പോകാം. അങ്ങനെ അവരെ കാറെ കയറ്റി, അല്ലെങ്കിൽ ഇവരുടെ കാറിൽ തന്നെ ഈ 3 പേരെയും കയറ്റി, അതായത് കൃഷ്ണകുമാറിന്റെ ഓഫീസ് റൂമിലോട്ട് കൊണ്ടുപോയി. അതായത് അടുത്തോടാണ്, അവിടെ കൊണ്ടുപോയി ഇവരോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തെന്നാണ് തോന്നുന്നത്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇവർ പോന്നു. ഈ സംഭവത്തെയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുക്കുകയും പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്തത്. ഇതിങ്ങനെ ഈ പെൺകുട്ടികൾ ഇവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇത് അവിടെ വെച്ച് ആ പ്രശ്നം തീർന്നത് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഈ ദിയാ കൃഷ്ണയെ ഈ പെൺകുട്ടികളുടെ ഹസ്ബൻഡ്സ് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇനിയും പൈസ തരത്തില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ തരത്തില്ലെന്ന് പറഞ്ഞ് രാത്രിയിലും എല്ലാം വിളിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടത് ഈ 8 ലക്ഷമല്ല 69 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാതെ കൃഷ്ണകുമാർ തിരിച്ചു വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് ഇവർ കേസിന് പോവുകയും ഇതേ തുടർന്നുണ്ടായ സംഭവമാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇന്നത്തെ ഇന്റർവ്യൂവിൽ പറയുന്നു എന്തുകൊണ്ട് QR കോഡ് വഴി ഇവർ പൈസ വാങ്ങിച്ചു എന്നുള്ളതിന് ഇവരുടെ ന്യായീകരണം ദിയാ കൃഷ്ണ പറഞ്ഞു, കാരണം ടാക്സ് വെട്ടിച്ച് ഒരുപാട് പൈസകൾ അവരുടെ അക്കൗണ്ടിൽ വന്നാൽ ടാക്സിന്, അത് ശരിയാണ്, ഒരുപാട് പൈസ ഷോപ്പിന്റെ അല്ലെങ്കിൽ ടാക്സ് വന്നാൽ 2 ലക്ഷത്തിൽ കൂടുതൽ വന്നാൽ ടാക്സിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. അതുകൊണ്ട് തങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു എന്നുള്ളത് ഒരു ന്യായീകരണം. പക്ഷെ അവിടെ ഒരു ചോദ്യമുള്ളത്, എന്തുകൊണ്ടാണ് ഇവര് ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ 8 ലക്ഷം രൂപ ഈ കൃഷ്ണകുമാറിനും ദിയയ്ക്കും കൊണ്ടു കൊടുക്കാനുണ്ടായ കാരണം? ഇവരെന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കും ഇത്ര എമൗണ്ട് കൊടുത്തതെന്ന് നമുക്കിതുവരെ മനസ്സിലാകുന്നില്ല. കാരണം 8 ലക്ഷം രൂപയുടെ അടുത്ത് ഇവർ ഫ്രോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കണം? നമ്മളത് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവര് ഇതുപോലൊരു സ്ഥാപനം 100% ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഈ കൃഷ്ണകുമാറിന്റെയും ദിയാ കൃഷ്ണയുടെയും ഫുൾ തെളിവുകളുണ്ടെന്നുള്ള, അവരുടെ ഷോപ്പിലെ QR കോഡ് മാറ്റുന്നത്, മറ്റു കാര്യങ്ങളെ, ഇവരുടെ വോയിസ് റെക്കോർഡ്, എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. CCTV ഫുട്ടേജ്, അതായത് ഇവർ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന CCTV ഫുട്ടേജ്, അവിടെ നിന്ന് സംസാരിക്കുന്നത്, മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉണ്ട്. പക്ഷേ ഈ 3 പെൺകുട്ടികളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിലുമില്ല ഇവർ പൈസ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു സംശയിക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത്, ഇങ്ങനൊരു കാര്യം, അതായത് നിങ്ങളിങ്ങനൊരു QR കോഡ് തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന അന്ന് രാവിലെ തന്നെ ഈ പെൺകുട്ടികളുടെ ഹസ്ബൻഡും ഇവരും എല്ലാം 8 ലക്ഷം രൂപയുടെ അടുത്ത് ഈ കൃഷ്ണകുമാറിനും ദിയാ കൃഷ്ണയ്ക്കും കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു കളവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര എമൗണ്ട് ഇവർക്ക് കൊടുക്കണം? ഒന്നുകിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം കൃത്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഫ്രോഡ് തരം ഇവരുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവര് ആരോപണം ഉന്നയിക്കുന്നത്, അതായത് കൃഷ്ണകുമാർ തങ്ങളെ ഭീഷണിപ്പെടുത്തി, തങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പക്ഷെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇവരെന്തുകൊണ്ട്, ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, 100% ഇവർക്ക് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവരങ്ങനെ പൈസ കൊടുത്തിട്ട് ഇവർ കേസിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു.
പക്ഷെ എന്തുകൊണ്ട് ഇവരങ്ങനെ ചെയ്തില്ല? ഇവര് പൈസ കൊടുത്തിട്ട് പിന്നീട് എന്തൊക്കെയോ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കേസിന് പോവുകയും കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത പോലാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊരു ഫ്രോഡുലൻ്റ് ആയിട്ടൊരു കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം, ഈ പൈസകൾ അവർ പറയുന്നത്, ആ പെൺകുട്ടികൾ പറയുന്നത്, ഈ പൈസകൾ തങ്ങളുടെ അക്കൗണ്ടിൽ വാങ്ങിച്ചിട്ട് തങ്ങൾ അത് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഇവരുടെ അടുക്കളയിലോടോ അല്ലെങ്കിൽ എവിടെങ്കിലും ദിയാകൃഷ്ണയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു ടാക്സ് വെട്ടിപ്പിൻ്റെ വലിയൊരു ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത് ആദ്യം മുതലുള്ള ഇതിൻ്റെ ട്രാൻസാക്ഷൻ, ഇത് പർച്ചേസിങ്, ഇത് ഫുൾ അന്വേഷിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു സംഭവം ഇതിവിടെ റൺ ചെയ്യുന്നു എന്നുള്ളത് ഗവൺമെൻറ് GST ഉണ്ട്, മറ്റ് സംഭവങ്ങളുണ്ട്, പർച്ചേസ് GST ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഷോപ്പ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ GST കാണിക്കണം, സെയിൽ ചെയ്യുമ്പോൾ GST കാണിക്കണം. ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് ഒരുപക്ഷെങ്കിൽ ഇവർ ദിയാകൃഷ്ണ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വഴി വേറെ ഏതെങ്കിലും സ്ഥാപനം വഴിയായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥാപനം വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിട്ട് നമുക്ക് GST കാണിക്കേണ്ടതാണ്, സെയിൽസ് GST കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഈക്വൽ ആകാതെ വരുമ്പോൾ നഷ്ടത്തിൽ വരും. ഇതെങ്ങനെയാണ് ഇവർ ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എന്തു തന്നെയായാലും ഈ പെൺകുട്ടികൾ ഫ്രോഡ് തരം കാണിച്ചു. 500 ആണെങ്കിലും 1000 ആണെങ്കിലും ഈ QR കോഡ് വഴി ഇവർ പൈസ ഇവരുടെ അക്കൗണ്ടിൽ പൈസ വാങ്ങിച്ചു. അതിനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വാങ്ങിക്കുന്നത് ഓരോരുത്തർ ഇടവിട്ടാണ് വാങ്ങിക്കുന്നത്. അല്ല, ഒരാൾ 500 വാങ്ങിച്ചെങ്കിൽ അടുത്തയാൾ അവരുടെ ഫോണിലെ സ്കാനർ കാണിക്കും. ഇങ്ങനെയാണ് അവർ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുപോലെ പല കടകളിലും ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ സ്റ്റാഫുകൾ പൈസ വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ട് പൈസ വാങ്ങിക്കുന്നതൊക്കെ പലയിടത്തും നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇതൊരു വലിയൊരു ഒരു വർഷത്തോളമായി ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ 100% ഇതിൻ്റെ ഓണേഴ്സിൻ്റെ ഭാഗത്താണ് കുറ്റം. കാരണം അവരിത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 100% നമ്മൾ അല്ലെങ്കിൽ ഇത് ഷോപ്പ് നടത്തുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അവസാനം പൈസ പോയി കഴിഞ്ഞ് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം. നമുക്ക് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും കൃഷ്ണകുമാറും ഫാമിലി അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഹേറ്റഡ് ഇമേജ് നമ്മുടെ ഇടയിൽ എങ്ങനെയോ വന്നിട്ടുണ്ട്. അവരുടെ ആ കൃഷ്ണകുമാറിൻ്റെ സംസാരത്തിൽ നിന്നറിയാം, അല്ലെങ്കിൽ അതേ വേറൊരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാകാം, പല കാരണങ്ങളുണ്ട്. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ഇതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക തന്നെ ചെയ്യണം. കാരണം ആ പെൺകുട്ടികളെ കുറിച്ച് ജാതീയമായി ഒത്തിരി അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടികൾ നിരപരാധിയാണെങ്കിൽ 100% ആ പെൺകുട്ടികളെ നിരപരാധിത്വം തെളിയിക്കേണ്ട അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ദിയാകൃഷ്ണയും ഒക്കെ നിരപരാധികളാണ്. കാരണം അവരുടെ പൈസ ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ അതിനും നീതി കിട്ടേണ്ടത് ആവശ്യമാണ്. ഇതിലേതാ സത്യമെന്ന് നമുക്ക് രണ്ടുപേരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, രണ്ടുപേരുടെയും തെളിവുണ്ടെന്ന് പറയുന്നു. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ മാത്രമുള്ള അറിവുള്ളൂ. മാധ്യമങ്ങളോട് രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെങ്കിൽ ഈ ദിയാകൃഷ്ണയും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കാണും, നിങ്ങൾ പൈസ വാങ്ങിച്ചോ, നിങ്ങളോടുള്ള 3 പേരോടുള്ള വിശ്വാസം കൊണ്ട് പൈസ വാങ്ങിച്ചും പൈസ കൊടുത്തും. കാരണം 1 വർഷമായിട്ട് അവർ പൈസ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ 100% ഉറപ്പാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ പൈസ വന്നതും പോയതും മാസം അവർ പൈസയുടെ റിട്ടേണും വരവും ഒക്കെ അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അവരന്വേഷിച്ചും കാണും. പക്ഷെങ്കിൽ എന്തുകൊണ്ടോ ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായി കാണും. അതായിരിക്കാം ഇത്രയും പ്രശ്നത്തിലേക്ക് കലാശിച്ചത്. കാരണം ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവും, അവർ സാധാരണക്കാരാണ്. അവർ ഈ ദിയാകൃഷ്ണയെ പോലെയോ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലോ സാമ്പത്തികമുള്ളവരോ ഒന്നുമല്ല. സാമ്പത്തികമുള്ളവരാണ് ഈ ചെറിയ ഇതുപോലൊരു കടയിൽ വന്ന് നിൽക്കുന്ന ജോലി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അവരുടെ മുഖവും അവരുടെ നിരപരാധി ആണെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ദിയാകൃഷ്ണയ്ക്കാണ് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായതെങ്കിൽ ഇവർക്കും അത് ബാധ്യതപ്പെടുത്തി അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ അതിൻ്റെ ബോംബെയിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ 69 ലക്ഷം രൂപ എന്നൊരു ഹ്യൂജ് എമൗണ്ട് ഈ ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപക്ഷെ ഇവരത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വേറൊരു രസം കൂടെ ഈ കൃഷ്ണകുമാർ ഒരു ഇതിൽ പറയുന്നുണ്ട്,
ഈ പെൺകുട്ടികളുടെ ഒരു അക്കൗണ്ടിൽ 34 ലക്ഷത്തിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് എവിടെയോ തെറ്റുണ്ടോ എന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടി, സാധാരണ ഷോപ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി QR കാർഡ് സ്കാൻ ചെയ്ത് 34 ലക്ഷം രൂപയും 12 ലക്ഷം രൂപയും 9 ലക്ഷം രൂപയൊക്കെ ആ 3 പേരുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ട്രാൻസാക്ഷന് ഹാക്ക് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലെന്തോ ഫ്രോഡുലൻ്റ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ഇത്രയും മീഡിയ അറ്റൻഷനിൽ നിൽക്കുന്ന ദിയ കൃഷ്ണ, കൃഷ്ണകുമാർ ഫാമിലി ഒരിക്കലും ഒരു മീഡിയ അറ്റൻഷന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ കരിവാരിത്തേക്കാൻ വേണ്ടി ഇവരുടെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ഇവരുടെ ഈ സമൂഹ മധ്യത്തിലോട്ട് അല്ലെങ്കിൽ പോലീസ് കേസിലേക്ക് ഇവരൊന്നും പോകത്തില്ല. ഇവരൊക്കെ മാക്സിമം ഒഴിവാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ് രീതിയിൽ പോകുന്നതാണ് സാധാരണ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. സിനിമാക്കാർ, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ കേസിൽ ഇങ്ങനെ ഇത്രയും പോയതിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്തോ നഷ്ടം വന്നിട്ടുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ QR കാർഡ് സ്കാൻ ചെയ്ത് ഇത്രയും എമൗണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ആ മാസത്തിലുള്ള അതിൻ്റെ പുറകോട്ടുള്ള മാസത്തിലുള്ള സെയിൽ വെച്ച് നമുക്ക് നോക്കാം. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമറെ അങ്ങോട്ട് ചെന്ന് അല്ലെങ്കിൽ കസ്റ്റമർ ഇതിൻ്റെ സെയിൽ നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു കടയിൽ ചെന്നൊരു പലചരക്ക് സാധനം വാങ്ങിക്കുന്ന പോലെ അല്ല ഈ ഓൺലൈൻ ഷോപ്പുകളിലെ അതുപോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ സെയിൽ എന്ന് പറയുന്നത്. ഈ സെയിൽ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് വഴി നമ്മളൊരു പ്രോഡക്റ്റ് ഇട്ട് അതിലൂടെ വരുന്ന ലക്ഷക്കണക്കിന്, അതായത് ലക്ഷക്കണക്കിന് ഇന്ത്യയിലും പുറത്തും അകത്തുമൊക്കെയുള്ള ലക്ഷക്കണക്കിന് കസ്റ്റമറുടെ നിന്ന് സാധനം ഡെലിവറി ചെയ്ത് അവർ ചെയ്യുന്ന ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഒരിക്കലും അവർ ചിലപ്പം ക്യാഷ് പേയ്മെൻറ്റും എല്ലാവർക്കും ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു 69 ലക്ഷം രൂപ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സെയിൽ നടന്നിരിക്കും. 69 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഹൈ എമൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ചില സാധനങ്ങൾ നടക്കുക. അതായത് നമ്മളൊരു ഒരു 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 ചെറിയ ഷോപ്പിൽ ചെന്ന് ഇത്ര കസ്റ്റമറെ വന്നു പോയി എന്ന് അന്നല്ല. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഹൈ എമൗണ്ട്, ഇപ്പം ആമസോണിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഒറ്റ ദിവസമില്ല, ഒരു മണിക്കൂറല്ല സെയിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സ്റ്റോറിൽ 69 ലക്ഷം രൂപ ഒരാൾക്ക് വെട്ടിച്ചുകൊണ്ട് പോകാനെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം നല്ലൊരു സെയിലിംഗ് പീക്ക് സമയത്താണെങ്കിൽ ചിലപ്പം 1 മണിക്കൂർ പോലും വേണ്ട. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, തെറ്റ് ആരുടെ ഭാഗത്താണേലും എത്രയും പെട്ടെന്ന് പോലീസും അതിൻ്റെ അധികാരികളും ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് 2 പേർക്കും നീതി കൊടുക്കണം. നീതി തെറ്റാരുടെ ഭാഗത്താണെങ്കിൽ അവരെ ശിക്ഷിക്കണം, ശരിയാരുടെ ഭാഗത്താണെങ്കിൽ അവരുടെ കൂടെ ഗവൺമെൻറ്റും എല്ലാവരും നിൽക്കണം. നമുക്ക് മീഡിയയിൽ നിന്നുള്ള അറിവ്, ഈ 2 ഭാഗത്തു നിന്നുള്ള അറിവ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ കൃഷ്ണകുമാറും ഫാമിലിയും കുഴപ്പക്കാരല്ല എന്ന് ഒരു തോന്നലുണ്ട്. എങ്കിൽ തന്നെയും അവരുടെ ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ അവരും കുഴപ്പക്കാരല്ല. പക്ഷെ ഇതോടെ പിന്നെ കുഴപ്പം പറ്റിയത് നമുക്ക് അന്വേഷിച്ച് അവസാനം ഇവരെ നമ്മളൊരിക്കലും തീർപ്പ് കൽപ്പിക്കുന്ന ആൾക്കാരല്ല. നമ്മളൊരിക്കലും ഒരാൾ പറഞ്ഞ പോലെ നമ്മളാരും ജഡ്ജൊന്നുമല്ല. നമുക്കൊരിക്കലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. ആർക്കും ആരോടും ആരോപണങ്ങൾ ഉന്നയിക്കാം. എങ്കിൽ തന്നെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പോലീസും മറ്റ് അധികാരികളും ഇവർക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.